അതാണ് കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ തങ്ങൾ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു. അവർക്കൊക്കെ മതി വരുന്നവരെ ആദ്യമുണ്ടായിരുന്ന കുറഞ്ഞ ഭക്ഷണം അവസാനിച്ചതുമില്ല. ഈ ഒരു സംഭവം മാത്രമല്ല വേറെ ഉണ്ടായിട്ടുണ്ട്. മൈമൂനാവുകളാണ് വിവാഹം ചെയ്ത് പറഞ്ഞത്. താങ്കളൊരു പാത്രത്തിൽ അല്പം ഹരീസ തയ്യാറാക്കി വിവാഹ സദ്യ സഹാബത്തിന് വെച്ചുകൊടുത്തു. എല്ലാവരും വയറ് നിറയപ്പെടുമ്പോൾ പിന്നീട് നോക്കുമ്പോൾ ഹരീസ അപ്പടി മാറ്റും. ഇതുപോലെ ഒന്നിലധികം സംഭവങ്ങൾ ചരിത്രത്തിൽ ഞാൻ വായിച്ചു. ഞാൻ വിസ്മരിച്ചു പോയതാണ് ഓരോ മുഖേന. ക്ഷമിക്കണം, ഇത്രല്ല നമുക്കത് പറയണു. പ്രവാചകയിൽ നിന്നുണ്ടായ മൊയ്ജിദത്ത് മൗലൂദ് മുഖേന അനുസ്മരിച്ചു പോയതാണ്. നിർബന്ധ ജമാഅത്ത് സുഹൃത്തുക്കൾ ക്ഷമിക്കണം. എന്തിനാണ് വിമർശനത്തിന് വേണ്ടി മുതിർന്നതിനെ കുറിച്ചൊരു ആലോചന? അതല്ലെങ്കിൽ പ്രവാചകത്തെ ലബ്ധിക്ക് മുമ്പ് ശേഷം പ്രത്യേകിച്ച് തങ്ങൾക്ക് മേഘനിഴലിട്ട് കൊടുത്തു. വൃക്ഷങ്ങള്, കല്ലുകള്, നാൽക്കാലികള് തങ്ങളുടെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം നമിച്ചിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടുണ്ട്. പല സംഭവങ്ങളും ബുഖാരി റിവായത്തിലുള്ള ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് യുദ്ധത്തിന് പോകുമ്പോൾ വിജനമായ മരുഭൂമിയിൽ തങ്ങൾക്ക് മലമൂത്ര വിസർജനത്തിന് ആവശ്യം നേരിട്ടു. മറവുണ്ടായിരുന്നില്ല. വളരെ അകലെ നിൽക്കുന്ന രണ്ട് വൃക്ഷങ്ങൾ തങ്ങൾ മാടി വിളിച്ചു. വലിയ രണ്ട് വടാവൃക്ഷങ്ങൾ. ആ വടാവൃക്ഷങ്ങൾ അനുസരണപൂർവ്വം തങ്ങളുടെ മുമ്പിൽ വന്ന് മറവൊരുക്കി. തങ്ങൾ ആവശ്യം നിർവഹിച്ച ശേഷം ഈ വൃക്ഷങ്ങളോട് പൂർവ്വസ്ഥാനത്തന്നെ പോയി നിൽക്കാൻ പറഞ്ഞു. പൂർവ്വസ്ഥാനത്തന്നെ പോയി നിൽക്കും. എവിടെയുള്ളതാണ്? സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. വല്ല പോരാക്കന്മാരും എഴുതിയൊന്നുമല്ല. ഈ രീതിയിലുള്ള ഒരുപടി സംഭവങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ടാണ് വന്യമൃഗങ്ങളും വൃക്ഷങ്ങളും കസജതത്തിലഹു പ്രവാചകർക്ക് സാഷ്ടാംഗം നമിച്ചു. അവ പ്രവാചകരുടെ മേൽ സലാം പറഞ്ഞു. ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയ ശേഷം എന്താ കുഴപ്പം? എന്തിനതിനെ കുറിച്ചൊക്കെ ശിർക്കാന്ന് പറഞ്ഞു? അല്ലെങ്കിൽ ഈ ശിർക്ക് ആരോപിക്കുന്ന ആളുകൾക്ക് ഈ ആരോപണത്തിൽ ഒരു ആത്മാർത്ഥതയില്ലല്ലോ. ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ. മൗലൂദ് ഓതിയാൽ, തവസ്സുൽ ചെയ്താൽ, ഇത്തിഹാസ ചെയ്താൽ ശിർക്ക് വരുന്നൊക്കെ പറയുന്നല്ലോ. ആ പറയുന്ന ആളുകൾക്ക് തങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മൗലൂദ് ഓതിനെ ഒരു മുസ്ലിയാരെ തുറന്ന് അവർ നിസ്കരിക്കും. 2, മൗലൂദ് ഓതിനെ കുടുംബത്താൽ വിവാഹബന്ധം നടക്കും. 3, ബാപ്പ മൗലൂദ് ഓതിയുന്ന ആളാണെങ്കിൽ അയാളുടെ സ്വത്തിന് ഇവൻ അനന്തരാവകാശം ഇരിക്കുമോ? ഇരിക്കോ? മുജാഹിദിന്റെ ഫിഖ് അനുസരിച്ചിരിക്കോ? ജമാഅത്തിന്റെ ഫിഖ് അനുസരിച്ചിരിക്കോ? ഇരിക്കൂല. പിന്നെന്തായി പറയുന്നത്? യാതൊരു ആത്മാർത്ഥതയില്ല. ആളുകളെ സ്വീപ്പാക്കാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞില്ല എന്നിട്ട് സുഖമായിട്ട് പോയി കടന്നു പറയാം. മുടക്കുന്നു വെറുതെ സാധാരണക്കാരെ സ്വീപ്പാക്കാൻ വേണ്ടി പോയി കടന്നു പറയാം. ഞാൻ ജമാഅത്തിനെ കുറിച്ചൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ 2 കണ്ണുകൾ കാഴ്ചയില്ലാത്ത 2 കുരുടന്മാര്, അന്ധന്മാര് പഴയ കാലത്തൊക്കെ വിറ്റാല മാർക്കറ്റിലൊക്കെ യാചിക്കാൻ വേണ്ടി നടത്തി. ആ 2 അന്ധന്മാര് മാർക്കറ്റിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ ഒരു ജമാഅത്ത് മൗലവി ഇവരോട് പറഞ്ഞു, നിങ്ങൾ 2 എടുത്തോളൂ. ഒന്നും കൊടുത്തില്ല. ഇയാള് വിജയ കണ്ണാണോ? ഒരുത്തം വിചാരിച്ച് മറ്റൊന്നിട്ട് കൊടുത്തിട്ട് അവൻ വിചാരിച്ചു ബെല്ലറ്റ് കൊടുത്തിട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു കണ്ണോട്ടം മറ്റവരോട് പറഞ്ഞാൽ ജമാഅത്ത് പോലെ തന്നതിന്റെ പൗര്യം ഉണ്ടാകും. ആ മറ്റവൻ അന്വേഷണം തന്നെ കൽപ്പിക്കാല്ലെന്ന് വെച്ചിട്ട് ഇവര് തമ്മിൽ ഉൾക്കച്ചണ്ട. കാരണം ഈ കണ്ണോട്ടം ഇപ്പം വിചാരിച്ച് മറ്റവരൊക്കെ മറ്റവൻ വിചാരിച്ച് ബെല്ലറ്റ് ഇതിന്റെ തമ്മിൽ തെറ്റിദ്ധരിക്കാൻ കാലാകാലത്തേക്ക് പണങ്ങാൻ ഒരു വകുപ്പ് ഇയാൾ ഉണ്ടാക്കിയിട്ടു. ഇയാൾക്ക് 10 പൈസന്റെ ചെലവില്ലല്ലോ. ഉപരിക്കുവാൻ പോയി കടന്നു. ഈ രീതിയിലുള്ള ആരോപണമാണ് ഈ ശിർക്കാരോപണം. ഇവരെന്തെങ്കിലും ഇവർക്ക് തന്നെ വിശ്വാസമില്ല. വിമർശകർക്ക് പോലും അതിന് വിശ്വാസമില്ല. അത്ര ചീപ്പടവടായി. അതുകൊണ്ട് അങ്ങനെയുള്ള ആക്ഷേപത്തിനൊക്കെ പിന്തിരിഞ്ഞിട്ട് മുസ്ലിമീങ്ങൾക്ക് ഒത്തൊരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് കഴിവ്. പുതുതായുള്ള പ്രസ്ഥാനങ്ങൾക്കൊന്നും മനസ്സിലിടം നൽകേണ്ട, മഹല്ലുകളിൽ സ്ഥാനം കൊടുക്കേണ്ടെന്നാണ് നമ്മളെ എളിയ അഭിപ്രായം. പടുത്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാണ്. തെറ്റിദ്ധരിച്ചവർക്കൊക്കെ അല്ലാഹു ഹിദായത്തും സൽബുദ്ധിയും പ്രദാനം ചെയ്യുമാറാണ്. മരണപ്പെട്ടവരെ
പറ്റിയാണ് വേറെ ഒരുപാട് ആക്ഷേപങ്ങൾ. വളരെ വിശദമായ പഠനത്തിന് സമയം ലഭിക്കില്ല. അതിൽ ഒന്നാമത്, മുസ്ലിമീങ്ങളിൽ ഒരാൾ മരിച്ചാൽ നമ്മൾ അവിടെ വെച്ചൊരു യാസീൻ ഓതാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്. ശരിയാണ്. മുത്തനാശയക്കാര് പറയുന്നത് യാസീൻ ഓതാൻ പാടുള്ള അനാചാരാണ്. നമ്മൾ പറയുന്നത് സദാചാരാണ്, നല്ലതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത്? ഖുർആൻ അല്ലേ നല്ലതല്ലേ എന്നുള്ള ന്യായം മാത്രമല്ല, ഒരു ന്യായം മാത്രം പോരല്ലോ. ഇബ്നു മാജ, ബൈഹഖി, ഇബ്നു ഹുസൈമ, ഇബ്നു അബീ ശൈബ മുതലായ മുഹദ്ദിസുകളൊക്കെ റിവായത്ത് ചെയ്ത ഒന്നിലധികം ഹദീസുകളിൽ കാണാം, ഇഖ്റഊ സൂറത്ത യാസീൻ ഇൻദ മൗതാക്കും. ഹദീസിന്റെ ലഘു വ്യത്യാസത്തിന്റെ ചില റിവായത്തുകൾ. ഇഖ്റഊ, നിങ്ങൾ ഓതുക, സൂറത്ത യാസീൻ, യാസീൻ സൂറത്തിനെ, ഇൻദ മൗതാക്കും, നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അരികിൽ വെച്ച്. നിങ്ങളിൽ മരിച്ച ആളുകളുടെ സമീപസ്ഥാനത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി ഓതാൻ പറഞ്ഞ സ്ഥിതിക്ക് സന്മാനത്തുള്ളവർ ഓടിക്കോട്ടെ, ഓതാത്തോ വിമർശിക്കണം. എല്ലാവർക്കും എല്ലാ നന്മയും ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിക്കോളുന്നില്ല. ഒരുത്തനതിന് രോഗലെങ്കിലും ഉണ്ടാകുന്ന പോലെ നന്മ മുടക്കണില്ല. അവ മരിച്ച ആളുകളുടെ സമീപത്താളത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമുണ്ട്. തങ്ങളുടെ ഉപദേശം ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ബൈഹഖി റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു ഹുസൈമ റിവായത്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു അബീ ശൈബ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ പോട്ടെ, ഓതണ്ടാന്ന് പറയാൻ ആരെങ്കിലും ഉപദേശിച്ചു? അത് നമ്മളൊന്നും അറിയാം. ഞങ്ങളോട് മരിച്ചോട്ട് വെച്ച് യാസീൻ ഓതാൻ ഞങ്ങളുടെ പ്രവാചകൻ ഉപദേശിച്ചതാണ്. വേണ്ട എന്നുള്ള ഉപദേശം ആരിൽ നിന്ന് ലഭിച്ചു? അതാ ഞാൻ പറഞ്ഞത്, ധൃതി വേണ്ട, ആലോചിച്ച് മതിയെന്ന് നേരത്തെ പറഞ്ഞതാണ്. ധൃതി വേണ്ട, പഠിച്ചത് പ്രയോഗിച്ചാൽ മതി. പഠിക്കാത്തതിനെ കുറിച്ച് പ്രയോഗം വേണ്ട, അബദ്ധത്തിൽ ചെന്ന് ചാടും. ഇനി മരിച്ച ആളുകൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. കാരണം എന്താ? വിശുദ്ധ ഖുർആനിൽ പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മുഅ്മിനീങ്ങളെ കുറിച്ച്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തുതാ, ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞുപോയ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർക്കും നീ പുറത്തുതാ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തിന് വേണ്ടിയും മരിച്ചു പോയവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങൾ.